കരുണയുള്ള ഒരു യേശുവാണ് നമ്മുടെ യേശു. യെരിഹോവിലൂടെ യേശു കടന്നു പോകുമ്പോൾ കുരുടനായ ഒരു മനുഷ്യൻ ആ കൂടെ ഇരുന്നവരോട് ചോദിച്ചു, ഈ വഴി ആരാ പോകുന്നത്? അവർ പറഞ്ഞു, നസറേനാകുന്ന യേശു ക്രിസ്തു. ഉടനെ യേശുവിനെ മുന്നിൽ എത്തുമ്പോൾ അവൻ വിളിച്ചൊരു വിളിയുണ്ട്, അല്ലയോ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. ആ വിളി യേശു കേട്ടു, നിന്നു, ആ കുരുടനെ സൗഖ്യമാക്കി. അതേ പ്രിയരെ, നമ്മോട് കരുണയുള്ള കർത്താവാണ്. നമ്മോട് ആര് ദയ കാണിച്ചില്ലെങ്കിലും കർത്താവിൻ്റെ ദയയും കർത്താവിൻ്റെ കരുണയും നമ്മോട് കൂടെയുണ്ട്. ബൈബിളിലൊരു വാക്യമുണ്ട്, ഞാൻ കരുണ കാണിക്കേണ്ടവനോട് കരുണ കാണിക്കും, ഞാൻ ദയ കാണിക്കേണ്ടവനോട് ദയ കാണിക്കും. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടാൻ പോകുകയാണ്. കർത്താവ് ചില വിടുതലുകളും ദൈവപ്രവൃത്തികളും നിങ്ങൾക്കായി ഒരുക്കാൻ പോകുകയാണ്. ഇന്നലെ വരെ മനസ്സലിയാത്ത, ഇന്നലെ വരെ നിങ്ങളോട് കരുണ കാണിക്കാത്ത വ്യക്തികളിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഈ വചനത്തിലൂടെ സംഭവിക്കുകയാണ്. ഈ ദിവസങ്ങൾ കരുണയുള്ള ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വസിക്കുക. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.